ഇങ്ങനെ ആകർഷിപ്പിക്കും പുരുഷന്മാർ അങ്ങനെയൊക്കെ പറയും. അപ്പം എന്റെ കുഞ്ഞിലെ ലൈക്ക് അങ്ങനെ എന്തോ എനിക്ക് ഒരു ചിരി ഇഷ്ടം ഉണ്ടായിരുന്നു, ഒരു തുള്ളി ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷെ അത് മുളയിലേ ഒരു നുള്ളി 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 കളഞ്ഞു. ഇപ്പൊ ആളുകൾ അറിഞ്ഞു തുടങ്ങി. ഇപ്പൊ അന്ന് കണ്ട ജാഫ് എന്നുള്ളതിനേക്കാൾ ഉപരി ഇവിടെ ഉള്ള ട്രാക്ക് മാറി മൊത്തത്തില്. അപ്പൊ അങ്ങനെ കാണുമ്പോ ഇനിയിപ്പോ ഞാൻ എങ്ങനെ ഇരിക്കണോ ആ പരുവത്തിൽ എനിക്ക് ഇനി ഇറങ്ങാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ ആ കോലത്തിൽ എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ലോ എന്നൊക്കെ തോന്നാറുണ്ട്. അങ്ങനെ തന്നെ ഇറങ്ങും, എന്തുപോലാണെങ്കിലും കുറെ പേര് നമ്മൾ അറിയുകയൊക്കെ ചെയ്തില്ലേ. അപ്പൊ ഞാൻ പറയാം, പണ്ടൊക്കെ നമ്മൾ കുരുത്തക്കേട് കാണിക്കുമ്പോ മീൻസ് എല്ലാവരും നമ്മളെ വഴക്ക് പറയും, ഫാമിലി ആണെങ്കിലും അങ്ങനെ വഴക്ക് പറയുമല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു, ഇനി ഒരു മനുഷ്യർക്ക് കണ്ടുകൂടാ എന്ന് പറയായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരുപാട് പേർക്ക് നമ്മളെ ഇഷ്ടം. നെഗറ്റീവായിട്ടെന്ന് പറയാൻ വഴി കൂടെ പോകുന്നവരെല്ലാവരും നമ്മുടെ തള്ളക്കും കുഞ്ഞമ്മയുടെ വിളിക്കാം. അല്ല നോർമൽ അല്ലേ? എന്റെ വാപ്പാക്ക് അറ്റാക്ക് വന്നായിരുന്നു. പുള്ളിക്ക് 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ 2 സർജറി കഴിഞ്ഞിരിക്കുകയാണ്. 10 ജോലിക്ക് പോയിട്ട് കുറെ രീതിയിലേക്കുള്ള വിമർശനങ്ങളും നിയന്ത്രണങ്ങളും സ്വാഭാവികമായിട്ട് വന്നിരുന്നോ? ഇല്ല, ഇപ്പോഴത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അങ്ങനൊന്നും വരില്ല. കമന്റ് സെക്ഷനിൽ ആൾക്കാർ വന്നിരുന്നിട്ട് പറയുന്നതേ ഉള്ളൂ. എന്റെ ഇഷ്ടമാണ്, ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളത് എന്റെ മാത്രം ഇഷ്ടമാണ്. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്വാഭാവികമായിട്ട് അവിടെ ചോദ്യത്തിന് എത്രത്തോളം പ്രസക്തി ഉണ്ടാവും എന്നുള്ളത് കമ്മ്യൂണിറ്റി ഇതിന്റെ ഒരു ഭാഗമാണ് അല്ലെ. സ്വാഭാവികമായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റി ഒന്നും കൂടിയാണ്. അപ്പൊ മീഡിയ ട്രാക്കിൽ വരുന്നു. അപ്പൊ കുറെ ഉള്ള രീതിയിലേക്കുള്ള വിമർശനങ്ങളും നിയന്ത്രണങ്ങളും സ്വാഭാവികമായിട്ട് വന്നിരുന്നോ? ഇല്ല, ഇപ്പോഴത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അങ്ങനൊന്നും വരില്ല. കമന്റ് സെക്ഷനിൽ ആൾക്കാർ വന്നിരുന്നിട്ട് പറയുന്നതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അങ്ങനെ വന്നിട്ടുള്ള ആദ്യം എന്താ റിയാക്ഷൻ കൊടുത്തിരുന്നോ, റിയാക്ട് ചെയ്തിരുന്നോ? അങ്ങനെ പറയാനാണെങ്കിൽ ഒരു അവസരം കിട്ടാൻ കാത്തിരിക്കുന്നു. അല്ല, ഞാനൊരു ഇന്റർവ്യൂല് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മീൻസ് ഞാൻ സ്പ്രേ അടിക്കത്തില്ല, മുസ്ലിംസ് സ്പ്രേ അടിക്കത്തില്ല, മുസ്ലിംസ് അല്ല പെൺപിള്ളേർ സ്പ്രേ അടിക്കുന്ന ഹറാം എന്നുള്ള രീതിയിലുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഉള്ളവർക്ക് ചോദിക്കാം, എന്താ അപ്പൊ നമുക്ക് മേക്കപ്പ് ഇടാം, നമുക്ക് പുട്ടിയിടാം, പെർഫ്യൂം ചെയ്യരുത്, സ്പ്രേ ചെയ്യരുന്നതിന് മാത്രമേ നിയന്ത്രണമുള്ളൂ, ചെയ്യാൻ പാടില്ല അല്ല. ഇതിനകത്തൊക്കെ ഉണ്ട്. അതെന്താന്നറിയാമോ, ഞാൻ കൊച്ചിലോട്ട് കുഞ്ഞിലേക്ക് നമ്മൾ പള്ളിയിൽ പോവല്ലോ. അപ്പൊ പള്ളിയിൽ പോകാൻ നേരത്ത് ഉസ്താദ് നമ്മുടെ അടുത്ത് പറയുമായിരുന്നു സ്പ്രേ അടിക്കാൻ പാടില്ലെന്ന്. എന്റെ അത്ത പണ്ട് ഗൾഫിലൊക്കെ ആയിരുന്നു. അപ്പൊ പുള്ളി ഈ സ്പ്രേ അടിച്ചോണ്ട് വരുമ്പോ ഒരു സ്പ്രേ ഒക്കെ 2 ദിവസം കൊണ്ട് ഭയങ്കരമായിട്ടിരുന്ന് അടിക്കും. 2 ദിവസം കൊണ്ട് അടിക്കത്തില്ല, പെയ്യെ അടിച്ച് തീർക്കും. അതെന്താന്നറിയാമോ, നമ്മളൊരു ഊക്കിന് പറഞ്ഞു പോകുന്നൊരു സാധനമായിരിക്കും. അപ്പൊ അങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പൊ ഞാനും അടിക്കും. അപ്പൊ ഞാനിതൊക്കെ അടിച്ച് പള്ളിയിൽ പോകുമ്പോൾ ഉസ്താദ് എന്ന് പറയും സ്പ്രേ അടിച്ചോണ്ട് വരരുത്, പെൺപിള്ളേർ സ്പ്രേ അടിക്കരുത്, അങ്ങനെ എങ്ങനെയാണെന്ന് പറയും. അന്ന് എനിക്ക് സ്പ്രേ ഭയങ്കര വലിയ സംഭവമായിട്ട് എനിക്കിത് വേണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഞാനത് എന്ത് ചെയ്തു, അതങ്ങ് ഉപേക്ഷിച്ചു. എന്റെ മനസ്സിൽ കുഞ്ഞിലേ ഞാനത് നമ്മളതിൽ പറയും അങ്ങനെ ഇങ്ങനെ ആകർഷിപ്പിക്കും പുരുഷന്മാർ അങ്ങനെയൊക്കെ പറയും. അപ്പം എന്റെ കുഞ്ഞിലെ ലൈക്ക് അങ്ങനെ എന്തോ. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ചെറുതിലേ അതങ്ങനെ കേറിപ്പോയോണ്ട് ഞാൻ അതെടുത്തു. അതുപോലെ തന്നെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ലിപ്സ്റ്റിക് ഇടരുത്, ഒരുങ്ങരുത് എന്നുള്ള സാധനം. പക്ഷെ അത് എനിക്ക് ആവശ്യമാണ്, എനിക്ക് ലിപ്സ്റ്റിക് വേണം. അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല, അതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നു. അപ്പൊ എന്റെ മൈൻഡിൽ കുഞ്ഞിലെ തൊട്ടേ സ്പ്രേ അടിക്കുന്നത് ഇല്ലാത്തതുകൊണ്ട് ഞാനതപ്പോ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞുപോയി. എനിക്ക് വന്ന പൊങ്കാല എന്താണ് സ്പ്രേ ഉപയോഗിക്കാം, വേറൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ ഇത് എന്റെ ഇഷ്ടമാണ്, ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളത് എന്റെ മാത്രം ഇഷ്ടമാണ്. അപ്പൊ ശരിക്കും അത് നിർത്തിയത് ശരിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ടല്ല, എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടായിരുന്നു എന്ന സ്റ്റേറ്റ്മെന്റ്. സത്യം, അത് എനിക്ക് ഒരു ചിരി ഇഷ്ടം ഉണ്ടായിരുന്നു, ഒരു തുള്ളി ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷെ അത് മുളയിലേ ഒരു നുള്ളി 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 കളഞ്ഞു. പക്ഷെ അവിടെ പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെ കമ്മ്യൂണിറ്റി പാടില്ല എന്ന് പറയുമ്പോ പിന്നെ പൊങ്കാല സ്വാഭാവികമാണ്. അല്ല, എന്റെ ഭാഗത്തുണ്ട്, ഞാൻ പറയുന്നില്ല. അപ്പൊ ശരിക്കും ഇങ്ങനെ ഒരു ബ്യൂട്ടി പ്രൊഡക്ട്സ് കാര്യങ്ങൾ എന്നുള്ള രീതിയിലേക്ക് പറയുമ്പോ ശരിക്കും ആ കാറ്റഗറിയിൽ വരേണ്ട ഒരു കാര്യമില്ല ശരിക്കും, പെർഫ്യൂം സ്പ്രേ കാര്യങ്ങളൊക്കെ. അപ്പൊ ശരിക്കും വ്യൂവേഴ്സ് അത് പ്രതീക്ഷിക്കുന്നില്ലേ? ഏതാ സ്പ്രേയോ? പെർഫ്യൂം അല്ല, ഐ മീൻ അതിനെ കുറിച്ച് പറയും, ബ്രാൻഡിനെ കുറിച്ച് സംസാരിക്കും എന്നുള്ളതൊക്കെ പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ലല്ലോ. അല്ല, ഞാൻ ചെയ്യുന്നില്ലെന്നുള്ളത് അത് അത്രേ ഉള്ളൂ. ചെയ്യുന്നില്ല അത്രേ ഉള്ളൂ. നമ്മുടെ ജോലിക്ക് അത് ഡിമാൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വിട്ടുവീഴ്ചകൾക്ക് ഞാൻ ആ ജോലി ഞാൻ ചെയ്യുന്നില്ല, സ്പ്രേയുടെ ജോലി എനിക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇല്ല, നമുക്ക് നമ്മുടെ ഇഷ്ടമല്ലേ നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്നുള്ളത്. എനിക്കത് വേണ്ടെന്നാണെങ്കിൽ എനിക്കത് വേണ്ട, എനിക്കത് വേണമെന്നാണെങ്കിൽ എനിക്കത് വേണം. ഇങ്ങനെ ഈ പറയുന്ന വ്യൂവേഴ്സ് പറയുന്ന ഇപ്പൊ കമന്റ്സ് കണ്ടിട്ട് എന്തെങ്കിലും ചേഞ്ച് വരുത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ
എങ്ങനെ വരുത്തിയിട്ടുണ്ടോ എന്തെങ്കിലും എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്തെങ്കിലും മാറ്റിയിട്ടുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും നല്ല രീതിയിലുള്ളവർ എന്തെങ്കിലും മീൻസ് വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പൊ എന്താ പറയുന്നത്, കുറച്ചുകൂടെ നല്ലോണം പ്രൊഡക്റ്റ് കാണിക്കാനോ അല്ലെങ്കിൽ അതിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാനോ ഒക്കെ പറഞ്ഞാൽ അത് നമ്മൾ പറയും. അതല്ലാണ്ട് ഇന്നതിന് മേലെ ചേച്ചി ചെയ്യരുത്, ഇന്നതിന് ചേച്ചി ചെയ്യണം അങ്ങനെ പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ശരിക്കും ഇതിന് വേണ്ടിയിട്ടാണ് മാറിയത്. ഇപ്പോഴും വന്നിരിക്കുമ്പോ തന്നെ നല്ല രീതിയിലേക്ക് ഇപ്പൊ മേക്കപ്പ് ആണെങ്കിലും അപ്പിയറൻസ് ആണെന്നുണ്ടെങ്കിൽ പോലും ഇത് ക്യാമറ ഉള്ളതും ഇന്റർവ്യൂ ആയതുകൊണ്ടാണോ ഇങ്ങനെ തന്നെയായിരുന്നു ആദ്യമേ? ഒരു 6 മാസത്തെ മുമ്പത്തെ കഥ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കാളിയായിരുന്നു ഞാൻ ഇതിനേക്കാളും മേക്കപ്പ് ആയിരുന്നു. കുറച്ച് വാക്കുകൾ ഞാൻ ഇന്ന് പോകുന്നതിന് മുമ്പ് പഠിക്കും. ഇത് കൊല്ലംകാരുടെ മാത്രമാണോ? കൊല്ലംകാരുടെ സൈഡിൽ നിന്ന് വരുന്ന കുറച്ച് കാര്യങ്ങളാണോ? അല്ല, ഇത് ജാസ്മിൻ ജാഫറിന്റെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. അല്ല, ഞാൻ പണ്ട് നല്ലോണം ഒരുങ്ങുമായിരുന്നു. അന്ന് ഇങ്ങനല്ല ഒരുങ്ങുന്നേ. മീൻസ് അന്ന് നമ്മള് ഒരുങ്ങിന്നറിയുമല്ലോ. അങ്ങനെ ഒരുങ്ങി ഇറങ്ങായിരുന്നു. പിന്നെ 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 ഒരുങ്ങാനൊക്കെ മടിയായി. അങ്ങനെയൊക്കെ ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ ഇപ്പൊ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നത് ഇതിന്റെ ആവശ്യം ആണ് എന്നുള്ള രീതിയില്. പക്ഷെ ഞാൻ പുറത്തോട്ടൊക്കെ പോകുമ്പോ അങ്ങനെ ഒരു ലിപ്സ്റ്റിക് പോലും ഭയങ്കര കുറവാണ് ഇടുന്നത്. ഇപ്പൊ ഇങ്ങനെ ചെയ്തു തുടങ്ങുമ്പോ സ്വാഭാവികമായിട്ട് ഇപ്പൊ ആളുകൾ അറിഞ്ഞു തുടങ്ങി. ഇപ്പൊ അന്ന് കണ്ട ജാസ്മിൻ ജാഫർ എന്നുള്ളതിനേക്കാൾ ഉപരി ഇവിടെ ഉള്ള ട്രാക്ക് മാറി മൊത്തത്തില്. അപ്പൊ അങ്ങനെ കാണുമ്പോ ഇനിയിപ്പോ ഞാൻ എങ്ങനെ ഇരിക്കണോ ആ പരുവത്തിൽ എനിക്ക് ഇനി ഇറങ്ങാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ ആ കോലത്തിൽ എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ലോ എന്നൊക്കെ തോന്നാറുണ്ട്. അപ്പൊ അങ്ങനെ തന്നെ ഇറങ്ങും, എന്തുപോലാണെങ്കിലും ഇറങ്ങും. ഉണ്ടായിട്ടുണ്ടോ? മീൻസ് അറിയാതിരിക്കത്തില്ല, എന്നാലും ചോദിക്കും ജാസ്മിൻ അല്ലേ. കാരണം നമ്മൾ ഒരുങ്ങിയുള്ള ലുക്കായിരിക്കും കൂടുതലും അവര് കണ്ടിട്ടുള്ളത്. അപ്പൊ ഒരുങ്ങാതെ കാണുമ്പോ ജാസ്മിൻ അല്ലേ അത്രേ ഉള്ളൂ. ഇനി എന്താണ് ഇതിൽ അടുത്തൊരു സ്റ്റെപ്പ്? എന്താ ഇനി പ്ലാനിങ്? ഇതുവരെ ഈ ഇപ്പൊ വീഡിയോയിലൂടെ അറിഞ്ഞു ഇത്രത്തോളം ഒരു 6 months തന്നെ എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര അപൂർവമായിട്ട് ഇങ്ങനെ ജനറേറ്റ് ഇത് സബ്സ്ക്രൈബേഴ്സ് കൂടി പോകുന്നത് അല്ലെ? ഇപ്പം നമുക്ക് ഷോർട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ മാത്രമല്ല ഒരുപാട് ആൾക്കാർക്ക് സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കയറുന്നുണ്ട് ഷോർട്സ് ഉള്ളതുകൊണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇനി എന്താണ് അതിൽ അടുത്ത സ്റ്റെപ്പ്? ഒരു ബ്രാൻഡ് സ്റ്റോർ തുടങ്ങാനോ അല്ലെങ്കിൽ ഒരു അഡ്വൈസർ ആയിട്ട് ഇരിക്കാനോ അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ടോ? അതിനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ലണ്ട. എളിമയാണോ? അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്ലാൻ ഒന്നും ഇല്ല. പ്രത്യേകിച്ച് ഒരു പ്ലാനേ ഇല്ല. നാളെ എന്താണോ അത് നാളത്തേക്ക് എന്നുള്ള രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു വ്ളോഗർ യൂട്യൂബർ ആയിട്ടുള്ള ഏറ്റവും മെയിൻ ആയിട്ട് കിട്ടിയ ഒരു 2 പ്ലസും നെഗറ്റീവ് എന്തായിരുന്നു? 2 പ്ലസും നെഗറ്റീവ് ആലോചിച്ചിത്ര പറഞ്ഞില്ലേ. പ്ലസ് എന്ന് പറയാൻ എന്തുവാ, കൊറേ പേര് നമ്മളെ അറിയുകയൊക്കെ ചെയ്തില്ലേ. അപ്പൊ ഞാൻ പറയാം, പണ്ടൊക്കെ നമ്മൾ കുരുത്തക്കേട് കാണിക്കുമ്പോ മീൻസ് എല്ലാരും നമ്മളെ വഴക്കുറയും, ഫാമിലി ആണെങ്കിലും അങ്ങനെ വഴക്കുറയല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു, നിന്നെ ഒരു മനുഷ്യർക്ക് കണ്ടുകൂടാ എന്ന് പറയായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരുപാട് പേർക്ക് നമ്മളെ ഇഷ്ടമാണ്. നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ആൾക്കാര്, കുഞ്ഞു പിള്ളേര്, വലിയ പിള്ളേര്, അങ്ങനെ കുറെ ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടമാണ്. ആ സ്നേഹം സമ്പാദിച്ചെടുക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. അത് കിട്ടിയിട്ടുണ്ട്. അത് ഒരു കാര്യം. രണ്ടാം എന്റെ പൈസ കിട്ടുന്നുണ്ട്, പരമപ്രധാന കാര്യം. പിന്നെന്തുവാ, ഇതായതുകൊണ്ട് വെറുതെ വേറെ എന്തെങ്കിലും ട്രാക്ക് നോക്കിയാൽ മതിയായിരുന്നു. ഇതിപ്പോ ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ലെന്നല്ല. ഇതുകൊണ്ട് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള സംഭവിച്ചിട്ടുണ്ട് കാര്യങ്ങൾ? എന്താ ഒന്നും തോന്നി നെഗറ്റീവ് ആയിട്ടെന്ന് പറയാൻ, വഴി കൂടെ പോകുന്നവരെല്ലാരും നമ്മുടെ തള്ളക്കും കുഞ്ഞമ്മയുടെ കുഞ്ഞമ്മയ്ക്കും വിളിക്കാം. അല്ല, നോർമൽ അല്ലേ? മീൻസ് കമന്റ് ബോക്സിൽ നമ്മൾ പറയുന്നത് അത് ഒരു നെഗറ്റീവ് പറയാൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. രണ്ട് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, അത് മാത്രമേ ഉള്ളൂ. ഇത്രയും പൈസ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും സ്വാഭാവികമായിട്ട് ഫസ്റ്റ് ഒരു റവന്യൂ വന്ന് കിട്ടിയതൊക്കെ ഓർമ്മയുണ്ടാവല്ലോ? ഉണ്ട്. എത്ര ആള് ചോദിക്കണോ? ഓക്കെ. അപ്പൊ അത് കിട്ടി കഴിഞ്ഞിട്ട് ശരിക്കും കിട്ടുന്നതിന് മുമ്പ് ഞാൻ ഇത് കിട്ടിയിട്ട് ഇന്ന് ചെയ്യണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു? ഇല്ല, ആ സമയത്ത് അന്നൊക്കെ എനിക്ക് ഫസ്റ്റ് റവന്യൂ കിട്ടുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. വീട്ടു ചെലവ് തന്നെ കുറെ കിടപ്പുണ്ട്, പിന്നെ കടം, അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത്താക്ക് ആ സമയത്ത് ചെലവ് നോക്കുന്ന ഉത്തരവാദിത്തമായിട്ടുള്ള ഒരു മകളാണ് എന്നാണ് പറഞ്ഞു തരുന്നത്. അങ്ങനെയാണോ? ഓഫ് കോഴ്സ്, അതിനൊരു ചോദ്യം എന്റെ വാപ്പാക്ക് അറ്റാക്ക് വന്നായിരുന്നു. പുള്ളിക്ക് 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ 2 സർജറി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പൊ അത്ത ജോലിക്കൊക്കെ പോയിട്ട് കുറെ, ഞാൻ വാപ്പ 7 മാസമൊക്കെ അത്ത പോയിട്ട്. അത്താക്ക് മീൻസ് പിന്നെ അത്താക്ക് പോവാൻ പറ്റാത്ത അത്ര കിടപ്പായിട്ടുള്ള കണ്ടീഷൻ ഒന്നും അല്ല. പിന്നെ വിടാനാണെങ്കിൽ നമുക്ക് ആവശ്യം
അൽഹംദുലില്ലാ ഉണ്ടല്ലോ. റിച്ച് ഡോട്ടർ അല്ലേ? റിച്ച് ഡോക്ടർ ഒന്നും അല്ല, വാപ്പായും ഉമ്മായൊക്കെ നോക്കാൻ പറ്റുന്ന ഒരു ലെവലിൽ പഠിച്ചാൽ നമുക്ക് തരുന്നുണ്ടല്ലോ അൽഹംദുലില്ലാ. അപ്പൊ പിന്നെ വയ്യാത്തൊരു മനുഷ്യനെ പറഞ്ഞു വിടണ്ടെന്നുള്ളൊരു തോന്നലാണ്. തലയുടെ മേലൊരു വട്ടം കാണുന്നു ഇപ്പൊ. ഇത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം ചെയ്യുന്നുണ്ട്. സിബ്ലിങ്സ് ഇപ്പൊ വേറെ ആരൊക്കെ ഉള്ളപ്പോ? അനിയൻ. ഓ, അപ്പൊ മൂത്ത ആളാണ്. കുറെ കൂടി ഉത്തരവാദിത്തം നൽകിടും. എന്നിട്ട് ഫസ്റ്റ് ചെയ്ത കാര്യം എന്തായിരുന്നു അപ്പൊ? അങ്ങനെ എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞില്ലേ, അത്താക്ക് ഒരു സർജറിയും കൂടെ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ വേറെ എന്തൊക്കെയോ ചെലവുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അല്ലാതെ എനിക്ക് ഇത് കൂട്ടി വെച്ചിട്ട് എനിക്ക് നാളെ ഒരു ക്യാമറ അങ്ങനെ ഒന്നും ചിന്തിക്കാനുള്ള ഒരു ലെവലിലല്ലായിരുന്നു ഞാനപ്പോ. എന്നിട്ട് ഇപ്പൊ ചിന്തിച്ചു തുടങ്ങിയോ? ഇല്ല, ഇപ്പോഴും ചിന്തിച്ചിട്ടില്ല. ഇത് വരുന്നതൊക്കെ എന്താ ചെയ്യുന്ന അപ്പൊ? ഈ ചൊറപ്പം കൊള്ളാലോ. എന്ത് ചെയ്തു? അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, വലിയ പ്ലാനിങ് ഒന്നും ഇല്ല. എനിക്ക് ഇന്നത് വാങ്ങിക്കണമെന്നൊന്നുമില്ല. നാളെ ഒരു സമയത്ത് എന്റെ പൈസ ഇരുന്നിട്ട് എനിക്കിപ്പം ഒരു ക്യാമറ വാങ്ങിക്കണമെന്ന് തോന്നുവാണെങ്കിൽ അപ്പൊ ഞാൻ പോയി വാങ്ങിക്കും. അപ്പൊ ഇപ്പൊ ആരാ ചെയ്യുന്നത്? സെൽഫ് ആയിട്ട് തന്നെയാണോ അത് വേറെ ക്യാമറ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഫോണിൽ തന്നെയാണോ എല്ലാം എടുക്കുന്നത്? അനിയ ഹെൽപ്പ് ചെയ്യോ? ഈ ഇത് വന്നു കഴിഞ്ഞ ശേഷം ഇപ്പൊ കുറെ പ്രൊഡക്ട്സ് കുറെ ബ്രാൻഡ്സ് ഒക്കെ കൊളാബായിട്ട് ചെയ്യാൻ വേണ്ടിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവല്ലോ. അപ്പൊ എങ്ങനെയാ ശരിക്കും ഇത് ഡീൽ ചെയ്ത് തുടങ്ങുന്ന? എല്ലാം കൊളാബ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. എന്താ ശരിക്കും ഇതിലത്തെ ഒരു ബെനിഫിറ്റ്സ് എന്താ? ശരിക്കും എമൗണ്ട് എന്നുള്ള രീതിയിലേക്കല്ല ഉദ്ദേശിച്ച് നമുക്ക് ഈ ഒരു ബ്ലോഗർ എന്നുള്ള ബ്യൂട്ടി ബ്ലോഗർ എന്നുള്ള രീതിയിലേക്ക് എന്താ ഹെൽപ്പ് ചെയ്യുന്നത്? ശരിക്കും നമുക്ക് ഒരുപാട് പ്രോഡക്ട്സ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് അല്ലാതെ കിട്ടും. നമുക്കപ്പോ ട്രൈ ചെയ്ത് നോക്കാം. അതിന്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് അൺബോക്സിംഗ് നമുക്ക് പേഴ്സണലി യൂസ് ചെയ്യാൻ. നമുക്ക് ഒരിക്കലും ഇപ്പം എല്ലാ ബ്രാൻഡിന്റെ എല്ലാ പ്രൊഡക്റ്റും ഒന്നും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പൊ കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, പൈസ കൊടുക്കാണ്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാം ഏതാ നല്ലത് എന്നുള്ള രീതിയിൽ നോക്കാം. നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം. അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു സന്തോഷമാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ. ഇപ്പൊ സോയുടെ ഇപ്പൊ ഓരോ പ്രൊഡക്ട്സിനെ കുറിച്ച് പറയുമ്പോഴാണെന്നുണ്ടെങ്കിലും പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതൊക്കെ ഇപ്പോഴല്ലേ ശീലായ, അല്ലെങ്കിൽ പണ്ട് ഇതൊന്നും പണ്ടത്തെ ആൾക്കാരൊന്നും ഉപയോഗിച്ചിരുന്നില്ലല്ലോ. ഇപ്പൊ അവരുടെ സ്കിന്നാണെങ്കിലും അവരിതിനാണ് ഒരു ബുദ്ധിമുട്ടില്ലല്ലോ എന്നുള്ള സാധനം വരുന്നുണ്ട്. ഇതേ ചോദ്യം കുറെ ജാസ്മിന് വന്നിട്ടുണ്ടാവും തോന്നുന്നു. ഉണ്ട്. അവരോടൊക്കെ പറയാനുള്ള ഒരു മറുപടി എന്താ? പണ്ട് എന്റെയൊക്കെ വാപ്പായൊക്കെ പറയാറുണ്ട്, വാപ്പായും വാപ്പാടെ വാപ്പായൊക്കെ വാപ്പാടെ വാപ്പ പറയുമല്ല, മീൻസ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പറയാറല്ലോ, എന്ത് നമ്മള് പണ്ട് സ്കൂളിൽ പോകുന്നത് നടന്നായിരുന്നു, ചെരുപ്പില്ലായിരുന്നു, എന്തുവാ ഒരു നിക്കർ മാത്രം ഇട്ട്. ഇപ്പൊ പോവോ? നിക്കറിട്ട് പോവോ? നിക്കറിട്ട് ചെരുപ്പിടാണ്ട് ഇത്രയും കിലോമീറ്റർ നടന്ന് പണ്ടത്തെ പോലെ പോവോ? പോകുന്ന സ്കൂളുകളും സാഹചര്യങ്ങളും ഉണ്ട്. പക്ഷെ പണ്ട് ഒരു 95% ആൾക്കാരും അങ്ങനെ പൊക്കോണ്ടിരുന്നവരാണെന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരു 5% പോണുള്ളൂ.